കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. തൻ്റെ പപ്പയുടെ ജീവിതത്തിലേക്ക് എൽസാമയെയും മക്കളെയും തിരിച്ചു കൊണ്ടുവരണം എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി ഔതുക്കുട്ടിച്ചായനെയും കൂട്ടി അഞ്ചലിലേക്ക് പുറപ്പെടുകയാണ് അലീന. അവിടെ ചെല്ലുമ്പോൾ അലീനയ്ക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് സഹിക്കേണ്ടി വരുന്നത്. റീത്താമ്മയും സഹോദരന്മാരായ ഔസേപ്പും ബാക്കി 3 പേരും ചേർന്ന് അലീനയെ ചെയ്യാത്ത ക്രൂരതകളില്ല. വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും പിടിച്ചു തള്ളുകയും ചെയ്തതിനെ തുടർന്ന് കല്ലിൽ തലയിടിച്ച് അലീന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാൻലി ജോസഫിന്റെ നിർബന്ധപ്രകാരം അലീന ഔതുക്കുട്ടിച്ചായനെയും കൂട്ടി കുളത്തൂപ്പുഴയിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും അവൾ 2 ദിവസം കഴിഞ്ഞ് തന്നെ ഔതുക്കുട്ടിച്ചായനെയും കൂട്ടി അഞ്ചലിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് കഴിയുമ്പോൾ റീത്താമ്മ അലീനയുടെ നേർക്ക് വരുന്നുണ്ട്. നിനക്ക് കിട്ടിയതൊന്നും പോരേടി, നിനക്കിനി എവിടെയാടി ഒടിയാൻ കിടക്കുന്നത്? അന്ന് നിന്റെ നെറ്റി മാത്രം മുറിഞ്ഞതല്ലേ ഉള്ളൂ. ഇന്ന് എൻ്റെ സഹോദരന്മാർ നിന്റെ കാല് തല്ലി ഒടിക്കും. നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അപ്പോൾ അലീന ധൈര്യത്തോടു കൂടി പറയുന്നുണ്ട്, ഇത് എൻ്റെ പപ്പയുടെ വീടാണ്, എൻ്റെ പപ്പ പൈസ കൊടുത്ത് വാങ്ങിച്ച വീടാണ്. നിങ്ങൾ ആരാ ഈ പറയാൻ വേണ്ടിയിട്ട്? നിങ്ങളുടെ വീടാണോ? ഈ കാറും ഈ കിടക്കുന്ന വീടും എല്ലാം എൻ്റെ പപ്പ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അവകാശം എനിക്കുമുണ്ട്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാറായില്ല എന്ന് റീത്താമ്മയുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടു കൂടി മറുപടി പറയുമ്പോൾ 2 ദിവസം ഞാൻ ഇവിടെ താമസിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി റീത്താമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അലീന റീത്താമ്മയോട് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് കാണുന്ന ടോജോയും ടെൽസയും ടാനിയയും അവർക്ക് വളരെ സന്തോഷമാവുകയാണ്. പണ്ട് ടോജോ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇന്ന് തൻ്റെ സ്ഥാനത്ത് നിന്ന് മറ്റൊരു ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ അവന് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. അതും പപ്പയുടെ മകള്. അപ്പോൾ അവന് വലിയ വെറുപ്പൊന്നും തോന്നിയില്ല അലീനയോട്. അലീന അവരെ കാണുമ്പോൾ വലിയ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഞാനും പപ്പയുടെ മകള് തന്നെയാട്ടോ. നിങ്ങളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വത്തുക്കളൊന്നും ഞാൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും വന്നതല്ല കേട്ടോ. എന്നെ പപ്പ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. ഞാൻ ഇത്രയും നാളും അനാഥാലയത്തിലാണ് ജീവിച്ചത്. അപ്പോൾ എൻ്റെ പപ്പയെ തിരിച്ചു കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇനി പപ്പയ്ക്ക് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്നും അതിൽ 3 മക്കളുണ്ടെന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് ആ സഹോദരങ്ങളെ കൂടെ വേണമെന്ന് തോന്നി. നിങ്ങളുടെ ചേച്ചിയായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം, അല്ലാതെ നിങ്ങളോട് വഴക്കിനും ഒന്നിനും ഞാൻ വന്നതല്ല കേട്ടോ. എന്നെ നിങ്ങൾ സ്വന്തം ചേച്ചിയായിട്ട് കരുതണം. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് അലീനയുടെ ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ. അപ്പോൾ ടോജോ പറയുന്നുണ്ട്, എന്താ ചേച്ചി, എനിക്ക് ചേച്ചിയോട് വെറുപ്പൊന്നുമില്ല. ടാനിയയും പറയുന്നുണ്ട്, എനിക്ക് ചേച്ചിയെ കണ്ട പാടെ ഇഷ്ടമായി. എല്ലാവരും ചേച്ചിയെ കണ്ടതിന് ശേഷം പറഞ്ഞു ടാനിയ മോളുടെ കട്ടാണെന്ന്. എനിക്കിപ്പോൾ കണ്ടപ്പോൾ ബോധ്യമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണെന്ന്. എങ്ങനെയാ ചേച്ചിയുടെ ഈ സ്വഭാവം കണ്ടിട്ട് ചേച്ചിയെ വെറുക്കാൻ തോന്നുന്നത്? ഞങ്ങൾക്ക് ആർക്കും ചേച്ചിയോട് വെറുപ്പൊന്നുമില്ല. പിന്നെ റീത്താമ്മച്ചിയോട് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചേച്ചി പറഞ്ഞത്. റീത്താമ്മച്ചിയോട് ഞങ്ങൾ ആരും ഇതുവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. പറയാൻ തോന്നുമെങ്കിലും റീത്താമ്മച്ചിയുടെ ദേഷ്യം കാണുമ്പോൾ ഞങ്ങളതെല്ലാം അടക്കി പിടിക്കും. റീത്താമ്മച്ചി ഞങ്ങളെ ഭരിക്കുക. റീത്താമ്മച്ചി പറയുന്നത് പപ്പ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. അന്ന് മുതലേ റീത്താമ്മച്ചി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയും അമ്മയൊക്കെ നോക്കുന്നതെന്നാ. അതുകൊണ്ട് റീത്താമ്മച്ചിയോട് നമുക്ക് പോരടിക്കാൻ കഴിയില്ല ചേച്ചി. എന്തായാലും ചേച്ചി ചെയ്തത് വളരെ നന്നായി. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾ പോരടിക്കണമെന്ന് ആരാ പറയുന്നത്? പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാലും പറയണം മക്കളെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. എത്ര നാളുകൊണ്ടാണ് നിങ്ങൾ പപ്പയൊക്കെ വെറുത്തിട്ട് ഇതുപോലെ കഴിയുന്നത്? ഇതിനെല്ലാം കാരണം എനിക്കറിയാം. പപ്പ പറഞ്ഞു റീത്താമ്മച്ചിയാണെന്ന്. അവരെന്തിനാ മക്കളെ ഇങ്ങനെ നടക്കുന്നത്? നമ്മുടെ കുടുംബത്തെ വഴിതെറിപ്പിക്കാൻ. നിങ്ങളുടെ അമ്മയും പപ്പയും തമ്മിൽ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ? അതിനിടയിലല്ലേ ഈ റീത്താമ്മച്ചി വന്നത്? അപ്പച്ചനും എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീത്താമ്മച്ചി നിങ്ങളെ സുഖമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന്. പപ്പയെയും ഇവിടുത്തെ ആൻറ്റിയെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പപ്പയുടെ പൈസ ഒന്നും റീത്താമ്മച്ചി കിട്ടില്ല എന്ന്. നിങ്ങളെന്താ മക്കളെ കരുതിയത്? പപ്പയ്ക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നോ? പപ്പ നിങ്ങളെ കാണാൻ വരുന്നില്ല എന്നോ? പപ്പ നിങ്ങൾക്ക് ഒരു സാധനവും വാങ്ങി തരുന്നില്ല എന്നോ? അതൊക്കെ തെറ്റാണ് മക്കളെ. നിങ്ങളെ റീത്താമ്മച്ചി അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുവാണ്. പപ്പയോടുള്ള ദേഷ്യം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും അനുവദിക്കരുത്. പപ്പയ്ക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ്. പപ്പ പുറമേ കാണുന്ന ആളൊന്നുമല്ല. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് അത് മനസ്സിലായി. പപ്പ പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. നിങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നില്ല.
ആൻറ്റിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ പപ്പയുടെ മനസ്സിൽ വലിയ സങ്കടം ഉണ്ടാക്കുന്നു മക്കളെ. അതുകൊണ്ട് മാത്രമാണ് പപ്പ 24 മണിക്കൂറും മദ്യവുമായിട്ട് അവിടെ കഴിയുന്നത്. പപ്പയ്ക്ക് എന്തൊരു സന്തോഷമാണ് കിട്ടുന്നത്. ആ ഒരു വലിയ എസ്റ്റേറ്റിൽ പപ്പ മാത്രം, പിന്നെ കുറേ നായ്ക്കളും ജോലിക്കാരും മാത്രം. എന്ത് സന്തോഷമാണ് ആ മനുഷ്യന് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പപ്പയെ കാണാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും റീത്താമ്മച്ചി പറയുന്ന കുറ്റങ്ങൾ കേട്ട് കേട്ട് പപ്പയെ വെറുത്തുകൊണ്ടല്ലേ ഇരുന്നത്. അല്ലേ? ഞാൻ പറയുന്നത് സത്യമല്ലേ? അപ്പോൾ താനി പറയുന്നുണ്ട്, സത്യമാണ് ചേച്ചി, ചേച്ചി പറയുന്നതെല്ലാം സത്യമാണ്. ഇവിടെ റീത്താമ്മച്ചി പപ്പയുടെ പേര് പറയുമ്പോൾ തന്നെ ചാടിത്തുള്ളി കടിക്കാൻ വരും. പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടാറേയില്ല. പപ്പ ഞങ്ങൾ കാണാൻ വരാറുമില്ല. ഞങ്ങൾ വിചാരിച്ചത് പപ്പ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാ. റീത്താമ്മച്ചിയും പറയും, പപ്പ നിങ്ങൾക്ക് ചിലവിന് പോലും തരുന്നില്ല, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, പപ്പയ്ക്ക് നിങ്ങൾ ഇഷ്ടമായിരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവുമായിരുന്നില്ലേ എന്നൊക്കെ പറയും ചേച്ചി. അപ്പോൾ ഞങ്ങളും വിചാരിക്കും ശരിയായിരിക്കും, പപ്പയ്ക്ക് അവിടെ സുഖമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും താല്പര്യമെന്ന്. അതുകൊണ്ടാണ് പപ്പ താമസിക്കുന്നിടത്ത് ഞങ്ങൾ പോകാത്തത് പോലും. ടോജോയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു പപ്പയുടെ കൂടെ നിൽക്കണമെന്ന്. ദാ ടെൽസയ്ക്കോ അതിനേക്കാൾ ഏറെ ആഗ്രഹമായിരുന്നു. അതിനൊക്കെ റീത്താമ്മച്ചി വിലക്കി, അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പപ്പയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ എന്തിനാ ഒരു ബുദ്ധിമുട്ടായിട്ട് പോകുന്നതെന്ന്. ഇപ്പോൾ ചേച്ചി പറയുമ്പോഴാണ് പപ്പയ്ക്ക് നമ്മളോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നു, പപ്പ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി ചെയ്യുമായിരുന്നു എന്നൊക്കെ അറിയുന്നത്. ഇതൊന്നും റീത്താമ്മച്ചി ഇവിടെ പറഞ്ഞില്ല ചേച്ചി. അമ്മയോടും ഇതൊക്കെ തന്നെയാണ് റീത്താമ്മച്ചി പറയുന്നത്. നിന്നെ വേണ്ടാത്തൊരു ഭർത്താവ്, അവിടെ മദ്യവുമായിട്ട് 24 മണിക്കൂറും കഴിയുന്ന ഒരു ഭർത്താവ്, എന്തിനാടി നിനക്ക് ഇങ്ങനെ ഒരു ഭർത്താവ്? അവൻ്റെ അടുത്തേക്ക് നീ പോകരുത്, നീ ഇവിടെ താമസിക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നിനക്ക് ഞാൻ ചിലവിന് തരും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരില്ലേ അവർ നിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അമ്മയും പിടിച്ച് നിർത്തുന്നത് ചേച്ചി. അപ്പോൾ അലീന പറയാണ്, അതേ മക്കളെ, എല്ലാം മനസ്സിലാക്കണം നിങ്ങൾ. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം. അങ്ങനെ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ പപ്പയെയും കാണാം. എന്താ, ഞാൻ പപ്പയോട് വിളിച്ച് പറയട്ടെ നിങ്ങൾ പപ്പയെ കാണാൻ വരുമോയെന്ന്? അപ്പോൾ താനിയെ പറയാണ്, എവിടേക്കാണ് ചേച്ചി പോകുന്നത്? പള്ളിയിലാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് അമ്മച്ചി വിടുന്നത്, അല്ലാതെ മറ്റു ബന്ധുക്കളുടെ വീട്ടിലേക്കോ എവിടെയെങ്കിലും സ്ഥലങ്ങൾ കാണാനെന്ന് പറഞ്ഞാലോ ഇവിടെ റീത്താമ്മച്ചി അമ്മയെ വിലക്കും, ഒരിടത്ത് വിട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട്. അവിടെ എങ്ങാനും വെച്ചിട്ട് പപ്പ നമ്മളെ കണ്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാവും റീത്താമ്മച്ചി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരി, പള്ളിയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിടുമല്ലോ അല്ലേ? ആ വിടും ചേച്ചി, അമ്മയോട് ഞാൻ പറയാം, അപ്പോൾ അമ്മച്ചി വിടും. അപ്പോൾ ടോജോ പറയാണ്, എടി നീ എന്തുദ്ദേശത്തിലാണ് അമ്മച്ചിയോട് അങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നേ വരെ നീയൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടോടി? അമ്മച്ചിയോടല്ലാതെ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ അല്ലേ നീ പോകുന്നത്? ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നീ അലീന ചേച്ചിയോടൊപ്പം പള്ളിയിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനെന്തോ ഒരു കള്ളത്തിനുണ്ടെന്ന് അമ്മച്ചിക്ക് മനസ്സിലാവും. ഇനി ആ കാര്യം റീത്താമ്മച്ചി വല്ലതും അറിഞ്ഞാൽ അമ്മയെ കൂടെ അവർ വെറുതെ വിടില്ല. അപ്പോൾ ടാനിയ പറയുന്നുണ്ട്, പിന്നെ എന്താ ഒരു വഴി? അലീന പറയുകയാണ്, അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, പള്ളിയിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. നമ്മൾ മാത്രമല്ലല്ലോ, അപ്പച്ചനും കൂടെയില്ലേ, പിന്നെ എന്താ പേടിക്കാൻ? ശരി ചേച്ചി, അമ്മച്ചിയോട് അങ്ങനെ തന്നെ പറയാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ 3 പേരും കുളിച്ച് റെഡിയായി എൽസാമ്മയുടെ റൂമിലേക്ക് പോവാണ്. അമ്മച്ചി, എന്താടാ ഇന്നൊരു പുതുമ, രാവിലെ തന്നെ എണീറ്റ് വന്നിരിക്കുന്നു? അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസം കിട്ടിയാൽ 12 മണിയായാലും നിനക്കൊക്കെ എണ്ണീക്കാൻ പറ്റില്ലല്ലോ. എത്ര പ്രാവശ്യം ഞാൻ വിളിക്കും ഒന്ന് പള്ളിയിലെങ്കിലും പോടാന്ന് പറഞ്ഞിട്ട്. നീയൊക്കെ ഒരു സത്യക്രിസ്ത്യാനി തന്നെയാണോടാ? അപ്പോൾ ടോജോ പറയുന്നുണ്ട്, അമ്മച്ചി ഇന്ന് മുതൽ ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചു. ഞങ്ങൾ 3 പേരും രാവിലെ എണീറ്റ് റെഡിയായത് എന്തിനാണെന്ന് അമ്മച്ചിക്ക് അറിയാവോ? ആ എന്തിനാ? ഞങ്ങളൊന്ന് പള്ളി വരെ പോകുന്നു. പള്ളി വരെ പോകുന്നു? ഞാനെന്താടാ സ്വപ്നം കാണുവാണോ? നീയൊക്കെ ഇത്രയും കാലമില്ലാത്ത ചിട്ടകളൊക്കെ ഇതെങ്ങനെ തുടങ്ങി? ഏതോ ഒരു പെണ്ണ് വന്ന് കയറിയപ്പോൾ നിൻ്റെയൊക്കെ സ്വഭാവം മാറ്റിയെടുത്തോ അവള്? അല്ല അമ്മച്ചി, ഞങ്ങൾക്കങ്ങനെ തോന്നി. അപ്പച്ചനും പറഞ്ഞു നാളെ രാവിലെ നമുക്ക് എല്ലാവർക്കും കൂടി പള്ളിയിൽ പോവാമെന്ന്. ഇത്രയും നാളും അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. ശരി തന്നെയാണ്. പിന്നെ ആ ചേച്ചിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അമ്മച്ചി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് ശരിയാണെന്ന്. ശരി, റീത്താമ്മ ഇനി അറിയരുത് കേട്ടോ. നിങ്ങൾ പോയേച്ച് പെട്ടെന്ന് വരണം. അപ്പച്ചൻ്റെ കൂടെ ആണെന്ന് അറിഞ്ഞാൽ പോലും അവൾക്കത് സഹിക്കില്ല. എന്തിനാ അമ്മച്ചി ഇങ്ങനെ എപ്പോഴും റീത്താമ്മച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നത്? അമ്മച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എടാ റീത്താമ്മച്ചിയെ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത്രയും നാളുവേ നിൻ്റെ തന്തയല്ല ഇവിടെ ഓരോന്ന് കൊണ്ടുവന്നത്. ആ റീത്താമ്മച്ചി ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെയൊക്കെ ഞാൻ വളർത്തിയെടുത്തത്. എൻ്റെ കാര്യങ്ങൾ പോലും അവളാണ് നോക്കിയത്.
അല്ലാതെ നിൻ്റെ പപ്പയല്ല. അതുകൊണ്ട് എൻ്റെ റീത്താമ്മച്ചി നീ ഒരു അക്ഷരം മിണ്ടരുത്. അപ്പോൾ ടോജോ പറയുന്നുണ്ട്, ഹാ, അമ്മച്ചിയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. റീത്താമ്മച്ചി ഉള്ള വിഷയമെല്ലാം കുത്തിവെച്ച് തന്നേക്കുക. പപ്പയുടെ എല്ലാ കുറവുകളും എല്ലാം വെറുതെ പറഞ്ഞു തന്നേക്കുക. എടാ, നീ നിൻ്റെ കാര്യം നോക്ക്. എൻ്റെ റീത്താമ്മച്ചി നീ ഒരു വാക്ക് പറയരുത്. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. കിട്ടിയതൊന്നും പോരാ, ഇനി കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. കഷ്ടം. ഇത്രയും പ്രായമായില്ലേ അമ്മച്ചി, എന്നിട്ട് പോലും സ്വന്തം സഹോദരി എന്തിനെങ്ങനെ വിശ്വസിക്കുന്നത്? സ്വന്തം സഹോദരി കാരണമാണ് സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയതെന്ന് അമ്മച്ചിക്ക് അത്ര ഒരു ബോധമില്ലേ അമ്മച്ചി? ഒരു കാര്യങ്ങൾ അമ്മച്ചി പണ്ട് മുതൽ ചിന്തിച്ച് നോക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പപ്പയുമായിട്ട് എന്തിനാ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരുന്നതെന്നൊക്കെ. അപ്പോൾ എൽസാമ്മ പറയുന്നുണ്ട്, നീ ആ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട. എനിക്കറിയാം. റീത്താമ്മച്ചി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ടാനിയും പറയുന്നുണ്ട്, എടാ ടോജോ, നീ അമ്മച്ചിയോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മച്ചിയുടെ തല മുഴുക്ക കളിമണ്ണാടാ. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു റീത്താമ്മച്ചിയെ സേവിച്ച് വെച്ചിരിക്കുക. ബാ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ 3 പേരും ഔതുക്കുട്ടിച്ചായനും അലീനയുമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ എൽസാമ്മ പെട്ടെന്ന് വന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ടോജോ, ഒരിടത്ത് നിന്ന് തിരിയരുത്. പെട്ടെന്ന് പള്ളിയിൽ പോകണം, തിരിച്ച് വീട്ടിൽ വരണം. റീത്താമ്മ എത്തുന്നതിന് മുന്നേ നിങ്ങളിവിടെ എത്തിയിരിക്കണം. അവനൊന്നും പറയാതെ തന്നെ തിരിഞ്ഞ് കാറിൽ കയറി പോവുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് പുറത്തൊരു ജീപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ടോജോ അലീനയുടെ മുഖത്ത് നോക്കുകയാണ്. ചേച്ചി, ഇത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ പപ്പയുടെ വണ്ടി തന്നെയാണ്. പപ്പയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് ടോജോയും ടാനിയെയും ടെൽസിയൊക്കെ പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന്. പപ്പയ്ക്ക് അവരെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പള്ളിയിലോട്ട് വരാൻ. അപ്പോൾ പപ്പ വന്നതാ. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളോട് ഇഷ്ടമില്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പപ്പയ്ക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ് മക്കളെ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പപ്പ നിങ്ങളെ കാണാൻ ഓടിയെത്തിയത്. അവർ 3 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജീപ്പിൽ നിന്നും സ്റ്റാൻലി ജോസഫ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ടോജോയെ കാണുമ്പോൾ സ്റ്റാൻലിയുടെ കണ്ണുകൾ നിറയുകയാണ്. എന്നിട്ട് ടോജോ ഓടി വന്ന് പപ്പയുടെ അടുത്തേക്ക് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പപ്പ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, എന്താ മോനെ, നിനക്ക് പപ്പയോട് വെറുപ്പൊന്നുമില്ലേ ഇപ്പോൾ? പപ്പ, സോറി പപ്പ, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു പപ്പ. അലീന ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. പുറകെ തന്നെ ടാനിയെയും ടെൽസിയെയും ഓടി വരുന്നുണ്ട്. അങ്ങനെ 3 മക്കളെയും ഒരുമിച്ച് കാണുമ്പോൾ സ്റ്റാൻലി ജോസഫിന് പഴയ ആ സന്തോഷമൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അലീനയുടെ മുഖത്ത് നോക്കി സ്റ്റാൻലി പറയുന്നുണ്ട്, നീയാണോ ഇവരെ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിച്ചത്? അപ്പോൾ ഔതുകുട്ടിച്ചായൻ പറയാണ്, പിന്നല്ലാതെ എൻ്റെ ചിന്നമ്മ തന്നെയാ 3 പേരെയും നിൻ്റെ അടുക്കലേക്ക് എത്തിച്ചത്. നീ എന്താ കരുതിയത്? നീ ആദ്യം എന്താ പറഞ്ഞത് എൻ്റെ ചിന്നമ്മയെ കണ്ടപ്പോൾ? ഇപ്പോൾ അവളുടെ വരുതിക്ക് വന്നില്ലേ നീ? അവൾ പറയുന്ന കാര്യങ്ങൾ പോലെ കേൾക്കുന്നില്ലേ നീ? ഞാൻ എന്ത് പറഞ്ഞു നിന്നോട്? നിന്നെ അവൾ വരച്ച വരയിൽ നിർത്തുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ചെറുപുഞ്ചിരിയോടുകൂടി സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, ആ, അപ്പച്ചൻ്റെ ചിന്നമ്മ ഒരു ചിന്നമ്മ തന്നെയാണ് അപ്പച്ച. സ്റ്റാൻലി ജോസഫ് ടാനിയോടും ടെൽസിയോടും ടോജോയോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചേച്ചി എങ്ങനെയുണ്ട്? നിങ്ങൾക്കിഷ്ടമായോ? അപ്പോൾ ടാനിയ പറയുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമായി പപ്പ. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഇത്രയും നാളും നമ്മളൊക്കെ ഇത്രയും ജീവിച്ചിരുന്നിട്ടും ചേച്ചി അനാഥയെ പോലെ അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നില്ലേ പപ്പ? പപ്പയ്ക്ക് ഇത്ര സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നിട്ടും പപ്പയ്ക്ക് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, മോളെ, അതിന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു മകൾ എനിക്കുണ്ട്, അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്നും. 23 വർഷങ്ങൾക്ക് ശേഷമല്ലേ മോളെ ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെയല്ലേ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. മതി, ഇനി ആ കാര്യങ്ങളൊന്നും പപ്പയെ ഓർമ്മിപ്പിക്കരുത്. നിങ്ങൾക്ക് സുഖമാണോ? ഞാൻ അയക്കുന്ന സമ്മാനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? അപ്പോൾ ടാനിയ പറയുന്നുണ്ട്, സമ്മാനങ്ങളോ പപ്പ? അതിന് ഞങ്ങൾ ഒരു ദിവസം പോലും ഓർക്കാറുണ്ടോ? സമ്മാനങ്ങൾ എത്ര വയസ്സിലാണ് പപ്പയും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞത്? അതിനുശേഷം പപ്പ ഞങ്ങളെ ഒന്ന് വിളിക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു മുട്ടായി പോലും വാങ്ങി തന്നിട്ടില്ലല്ലോ. എന്നിട്ടാണോ സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ടോ എന്ന് ചോദിക്കുന്നത്? എന്തിനാ പപ്പ നമ്മളിങ്ങനെ കളിയാക്കുന്നത്? അപ്പോൾ അതിശയത്തോടു കൂടി സ്റ്റാൻലി പറയുന്നുണ്ട്, എന്താ മക്കളെ ഈ പറയുന്നത്? ഓരോ ബർത്ത്ഡേക്കും ഓരോ വിശേഷ ദിവസങ്ങളിലും പള്ളിപ്പെരുന്നാളിനും ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാം എന്തുമാത്രം ഡ്രസ്സുകളും സ്വർണ്ണങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് വാങ്ങി തന്നുകൊണ്ടിരുന്നത്. അതെല്ലാം ഞാൻ റീത്താമ്മച്ചിയെ ഏൽപ്പിക്കുമായിരുന്നല്ലോ. ആ ഒരു ഞെട്ടലോടുകൂടി ടോജോ പറയുന്നുണ്ട്, എന്താ പപ്പ ഈ പറയുന്നത്? ഇതുവരെ ഒരു തരി പൊന്നുപോലും ഇവർക്ക് 2 പേർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിശയത്തോടു കൂടി സ്റ്റാൻലി പറയുന്നുണ്ട്, പിന്നെ ഇതൊക്കെ ഞാൻ റീത്താമ്മയ്ക്കായിരുന്നല്ലോ കൊടുത്തിരുന്നത്. അവൾ എന്നോട് പറയുമായിരുന്നല്ലോ
ടാനിയയ്ക്ക് ആ കമ്മൽ വേണം, ടെൽസയ്ക്ക് മാല വേണം, ചപ്പൽ വേണം, ഡ്രസ്സ് വേണം, അങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങൾ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ അയച്ചു കൊടുക്കാമെന്ന് അവളോട് പറയും. അങ്ങനെ എല്ലാ മാസങ്ങളിലും ഞാൻ എത്ര ലക്ഷം രൂപയാണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ടാനിയയ്ക്കും ടെൽസയ്ക്കും ടോജോയ്ക്കും ഒക്കെ വലിയ വിഷമമാണ് വരുന്നത്. അങ്ങനെ ഒരു കാര്യമേ റീത്താമ്മ ഇതുവരെയും വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ടോജോ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, പപ്പ ഇതുവരെയായിട്ടും റീത്താമ്മ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും പപ്പ തന്നതാണെന്ന് പറഞ്ഞ് ഒരു സാധനം പോലും ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. പപ്പ ഞങ്ങളെ നോക്കാറില്ല എന്നും ഒരു സാധനം പോലും വാങ്ങി തരുന്നില്ല എന്നും എത്ര രൂപ ചോദിച്ചാലും പപ്പ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, വെറും നുണ. അവളെ നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ ജീവിതം കുട്ടിച്ചോറാക്കിയത് അവളാണ്. എന്നെയും എൽസാമയും തമ്മിൽ തെറ്റിച്ചത് അവളാണ്. അവളുടെ ഒരൊറ്റ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, എനിക്ക് മനസ്സിലായി. ഞാൻ അയച്ചു കൊടുക്കുന്ന പൈസ മുഴുവനും അവളുടെ ആർഭാട ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കണം. അവളുടെ മക്കളെ നല്ലതുപോലെ വളർത്തണം. ഞാൻ വാങ്ങിക്കൊടുത്ത കാറ് പോലും അവളാണിപ്പോൾ ഉപയോഗിക്കുന്നത്. ആ വീടോ അതിൻ്റെ അധികാരവും അവൾക്കുള്ളതാണ്. ഇതിനൊക്കെ വേണ്ടിയായിരുന്നു അവൾ എന്നോട് ഓരോ പ്രാവശ്യവും പണം ചോദിച്ചുകൊണ്ടിരുന്നത്. മക്കളെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാനായിട്ട് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് ഞാൻ ഓരോ പ്രാവശ്യം അവൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു അവൾ വെറുതെ പറഞ്ഞതായിരിക്കും. അവൾ അവളുടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നോട് ഈ പൈസ ചോദിച്ചുകൊണ്ടിരുന്നതായിരിക്കും. എന്നിട്ട് ഓരോ പ്രാവശ്യം എന്നോട് വരുമ്പോൾ പറയും, ഞാൻ ടോജോയ്ക്ക് അത് വാങ്ങിക്കൊടുത്തു, ടാനിയയ്ക്ക് മാല വാങ്ങിക്കൊടുത്തു, ടെൽസയ്ക്ക് കമ്മൽ വാങ്ങിക്കൊടുത്തു, പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു, സ്കൂളിൽ പോകാൻ ബുക്കും ബാഗും എല്ലാം വാങ്ങിക്കൊടുത്തു എന്ന്. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും സ്കൂൾ തുറക്കുമ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് ഞാൻ വാങ്ങി കൊടുത്തു വിടുന്നത്? അതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ മക്കളെ? ടോജോ ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് വലിയ അത്ഭുതത്തോടു കൂടി സ്റ്റാൻലി ജോസഫിനോട് പറയുന്നുണ്ട്, പപ്പ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. റീത്താമ്മയുടെ മക്കൾ നല്ല നല്ല ഡ്രസ്സുകളും പുതിയ ബാഗും പുതിയ കൊടയും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കൊതിയോടെ നോക്കി നിൽക്കും. ഞങ്ങളുടെ പപ്പയ്ക്ക് ഇത്രയധികം സ്റ്റാറ്റസ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തു തരാൻ പപ്പയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത്. അങ്ങനെ റീത്താമ്മ ഞങ്ങളുടെ മനസ്സിൽ ഓരോ വിഷം കുത്തിവെക്കുമായിരുന്നു പപ്പ. അങ്ങനെയാണ് പപ്പയോട് ഞങ്ങൾ ഇത്രയും വെറുപ്പ് കാണിച്ചത്. പപ്പയ്ക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും പപ്പ ഞങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് വരാതിരുന്നത് എന്താ? അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, മക്കളെ അത് റീത്താമ്മ എന്നോട് പറയുന്നത് നിങ്ങൾക്ക് എന്നെ അടുത്ത് കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്ന. അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ വിളിക്കാനോ അവരെ എവിടെയെങ്കിലും വെച്ച് കാണാനോ ശ്രമിക്കരുത്. അവർ നിങ്ങളെ കാർക്കിച്ച് തുപ്പും എന്നൊക്കെയാണ് മക്കളെ പറഞ്ഞത്. ആ ഒരു സങ്കടം എനിക്ക് താങ്ങാൻ കഴിയില്ല. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടിട്ട് എന്നെ തിരിച്ചറിയാതെ പോകുന്ന നിമിഷം ഞാൻ ഇല്ലാതായി പോവും. എനിക്കത് സഹിക്കാൻ കഴിയില്ല മക്കളെ. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാനൊരു ശല്യമായിട്ട് വരാതിരുന്നത്. അപ്പോൾ ടോജോ പറയാണ്, ഇതൊക്കെ വെറുതെയാണ് പപ്പ. ഒരിക്കൽ പോലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പപ്പയെയും ഞങ്ങളെയും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിയിട്ടും ഒരിടത്ത് വെച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും റീത്താമ്മ ചെയ്ത കള്ളങ്ങളാണിതൊക്കെ. എവിടെയെങ്കിലും വെച്ച് കാണുകയോ ഫോണിൽ സംസാരിക്കുകയോ ചെയ്താൽ ഞങ്ങൾ അറിയും പപ്പ ഞങ്ങൾക്ക് തന്ന സമ്മാനങ്ങളും പപ്പയ്ക്ക് ഞങ്ങളോടുള്ള ഇഷ്ടങ്ങളെല്ലാം. അത് തിരിച്ചറിഞ്ഞാൽ ഞങ്ങൾ പപ്പയുടെ അടുത്ത് വന്ന് താമസിക്കും. അപ്പോൾ റീത്താമ്മയ്ക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ. ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പേരിൽ പണവും കിട്ടില്ല. ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് അങ്ങനെ പപ്പയോട് പറഞ്ഞത്. അല്ലാതെ ഒരു പ്രാവശ്യം പോലും പപ്പ വിളിക്കണ്ടെന്നോ പപ്പയെ കാണണ്ടെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ടെൽസ എത്ര പ്രാവശ്യം കരഞ്ഞ് നിലവിളിച്ചു പപ്പയെ കാണണമെന്ന് പല രാത്രികളിൽ. അപ്പോഴെല്ലാം റീത്താമ്മച്ചി വിലക്കി. പപ്പയ്ക്ക് നിങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല, അങ്ങോട്ട് വിളിക്കുകയും ചെയ്യരുത് എന്നാ പപ്പ പറഞ്ഞിട്ടുള്ളതെന്നാണ് റീത്താമ്മച്ചി പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് വളരെ സങ്കടം വരുന്നുണ്ട്. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അലീന സ്റ്റാൻലി ജോസഫിനോട് പറയുകയാണ്, കേട്ടില്ലേ പപ്പ, ഇതിൽ പപ്പയ്ക്ക് ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട്. പപ്പയുടെ ജീവിതം പപ്പ തീരുമാനിക്കണമായിരുന്നു. അല്ലാതെ ഇങ്ങനെ ഒരു റീത്താമ്മച്ചിയുടെ കൈകളിൽ ഏൽപ്പിക്കേണ്ടതല്ല പപ്പയുടെ ജീവിതം. എന്തിനാണ് പപ്പ ഇങ്ങനെ ഓരോ സാധനങ്ങൾ റീത്താമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്? പപ്പയ്ക്ക് മക്കളല്ലേ, മക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുത്തുകൂടായിരുന്നോ? എത്ര തന്നെ വെറുത്തിരുന്നാലും ഒരു മക്കൾ പപ്പയോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിരുന്നാലും അത് സഹിച്ച് പപ്പ കൊണ്ട് കൊടുക്കണമായിരുന്നു.
അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ പപ്പയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു, പപ്പയോട് അവർക്ക് വെറുപ്പില്ല എന്ന്. പക്ഷേ ഇതിപ്പോൾ റീത്താമ്മച്ചി പറയുന്ന നുണകളെല്ലാം കേട്ട് പപ്പ ഇത്ര ലക്ഷം രൂപ റീത്താമ്മച്ചിയുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ അത് സ്വന്തം മക്കൾക്ക് ഉപയോഗപ്പെടുന്നില്ല എന്ന് പപ്പ അറിയുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഞാൻ പറയും പപ്പയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ഔതുക്കുട്ടിച്ചായനും ദൂരെ നിന്ന് കേട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. ഔതുക്കുട്ടിച്ചായനും പറയുന്നുണ്ട്, ശരി തന്നെയാ മോളെ, മോള് പറഞ്ഞതെല്ലാം ശരി തന്നെയാ. എന്താടാ സ്റ്റാൻലി, മോള് പറഞ്ഞത് ശരിയല്ലേ? നീ നിന്റെ ജീവിതം മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുത്തത് കൊണ്ടല്ലേ ഇപ്പം എല്ലാം ഛിന്ന ഭിന്നമായി പോയത്? നിന്റെ മക്കൾ നിന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോവാൻ കാരണം, എൽസാമ്മ നിന്നെ വെറുത്തുപോയത്, ഇതിനെല്ലാം കാരണം ആ റീത്താമ്മ, ആ വിഷജന്തു കാരണമാണ്. ഇനിയെങ്കിലും അവളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കണം. അവൾക്കറിയാം അവൾ ബുദ്ധിമതിയാണ്, നിന്റെ കയ്യിൽ പണമുണ്ട്. നിന്നെ ഈ എൽസാമ്മയും തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവളെ കൈകളിലേക്ക് ആ പണം എത്തില്ല. ഇതിപ്പോൾ വേർപിരിച്ച് നിർത്തി കഴിഞ്ഞാലല്ലേ എൽസാമ്മയുടെയും മക്കളുടെയും പേര് പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ വാരിയെടുക്കാൻ അവൾക്ക് കഴിയൂ. നീ ഒരു മണ്ടൻ. അവൾ ചോദിക്കുന്നതിനെല്ലാം നീ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പൈസ വാരിക്കോരി കൊടുത്തു, അവളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ശരി തന്നെയാ പപ്പ, എൻ്റെ മിസ്റ്റേക്ക് തന്നെയാ, എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. മോനെ ടോജോ, നിനക്ക് അക്കൗണ്ടില്ലേ മോനെ? ഞാനൊരു പ്രാവശ്യം റീത്താമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ പലരുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ക്യാഷ് അയക്കുന്നത്? ടോജോയ്ക്കോ ടാനിയോയ്ക്കോ അക്കൗണ്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പണം ഇടാമല്ലോ, അപ്പോൾ അവർക്ക് മറ്റാരുടെയും സഹായം ഇല്ലാതെ അതിൽ നിന്ന് തന്നെ എടുക്കാമല്ലോ എന്ന്. അപ്പോൾ റീത്താമ്മ പറഞ്ഞത്, ഇല്ല, അങ്ങനെ അവരുടെ കയ്യിൽ കൊടുത്താൽ ശരിയാവില്ല, അവർക്ക് അതുകൊണ്ടാണ് അക്കൗണ്ട് എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞാൽ മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചത് അതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്നാ. ടാനിയ, നിനക്ക് ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്ന ഡയമണ്ട് റിങ് കിട്ടിയായിരുന്നോ? അന്ത വിട്ട് ടാനിയ ചോദിക്കുകയാണ്, ഡയമണ്ട് റിങ്ങോ? എന്താ പപ്പ ഈ പറയുന്നത്? അതേ മോളെ, ഞാൻ വിദേശത്തായിരുന്നപ്പോൾ അവിടുന്ന് ഒരു ഡയമണ്ട് റിങ് നിനക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് റീത്താമ്മ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതെൻ്റെ ടാനിയ മോൾക്ക് കൊടുക്കണം, അവളുടെ ബർത്ത്ഡേക്ക് ഈ പപ്പ തന്നതാണെന്ന് പറഞ്ഞ് കൊടുക്കണമെന്ന്. റീത്താമ്മ അത് വാങ്ങിച്ച് ബാഗിൽ വയ്ക്കുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ ടാനിയയ്ക്ക് കൊടുത്തു, അവൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. പക്ഷേ സ്റ്റാൻലി ജോസഫ് തന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്നും അവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ തിരിച്ചു തരുമെന്ന്. ഇതൊക്കെ അവളുടെ വെറും നുണയായിരുന്നുവെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം അവൾ പറഞ്ഞു, ടോജോയ്ക്ക് ഒരു വില കൂടിയ ബൈക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു, അവനൊരു ബൈക്ക് വാങ്ങിക്കൊടുക്കണം, അതിനുള്ള ക്യാഷ് ഇട്ട് തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ ലക്ഷങ്ങൾ അവളുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. നിനക്ക് ഇതുവരെ ബൈക്ക് കിട്ടിയില്ലേ മോനെ? എന്തായി പപ്പ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ വില കൂടിയ ബൈക്കുകളോ ആർഭാടങ്ങളോ ഒന്നും എനിക്ക് താല്പര്യമില്ല പപ്പ. എന്നാലും റീത്താമ്മച്ചി ഞങ്ങൾ എങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പാവം അമ്മച്ചി റീത്താമ്മയെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. സ്വന്തം ചേച്ചിയാണ് ഇത്രയും കാലം പോറ്റി വളർത്തിയതെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഇന്ന് റീത്താമ്മയെ കുറ്റം പറഞ്ഞപ്പോൾ പോലും എന്നെ വഴക്ക് പറഞ്ഞു. റീത്താമ്മച്ചിയാണ് നമ്മളെ നോക്കിയതും, ഇത്രയും നാളും പപ്പ പോലും ഇല്ലായിരുന്നു ഒരു സഹായത്തിന്, എല്ലാ കാര്യത്തിനും റീത്താമ്മച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് റീത്താമ്മച്ചി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അമ്മച്ചി. ഒന്നും അറിയില്ല ആ പാവത്തിന്, അത് വെറും ഒരു പൊട്ടി. സ്വന്തം അനിയത്തിയെ ഒരിക്കലും ചതിക്കില്ല എന്ന വിശ്വാസത്തിലാണ് അമ്മച്ചി. റീത്താമ്മച്ചിയാണെങ്കിലോ സ്വന്തം സഹോദരിയെ മുന്നിൽ നിർത്തി കോടികൾ സമ്പാദിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ടോജോ പറയുന്നുണ്ട്, അയ്യോ പപ്പ, ഒരുപാട് സമയമായി, പള്ളിയിൽ വരുന്നെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, തിരിച്ച് വീട്ടിലേക്ക് പോകണം, അമ്മ നോക്കിയിരിക്കും, റീത്താമ്മച്ചി വല്ലതും അറിഞ്ഞാൽ അമ്മയെ കൊന്നുകളയും. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തിനാ മോനെ ഇങ്ങനെ പേടിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പറയേണ്ട കാര്യങ്ങൾ ആരോടായാലും മുഖത്ത് നോക്കി പറയണമെന്ന്. റീത്താമ്മച്ചി നിങ്ങളിങ്ങനെ പേടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം. റീത്താമ്മയെ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. പപ്പയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. നിങ്ങൾ താമസിക്കുന്ന വീടും റീത്താമ്മ ഉപയോഗിക്കുന്ന വണ്ടി എല്ലാം പപ്പയുടെ വകയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ തിരിച്ചു പറയണം, ഇത്രയും നാളും റീത്താമ്മ വളർത്തിയതല്ല, പപ്പ തന്ന പണം കൊണ്ടാണ് ഞങ്ങളെ റീത്താമ്മ വളർത്തിയതെന്ന്. അതുകൊണ്ട് റീത്താമ്മ എന്ത് പറഞ്ഞിരുന്നാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ റീത്താമ്മയോട് എതിർത്ത് തന്നെ പറയണം.
അതിലൊരു മടിയും വേണ്ട. ഇനി പപ്പ നിങ്ങളോടൊപ്പം ഉണ്ട്. സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ മക്കളെ എന്നോടൊപ്പം ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ നമുക്ക് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് പോവാം, ഞാൻ കൊണ്ടാക്കാം. അപ്പോൾ ടോജോ പറയാണ്, അയ്യോ വേണ്ട പപ്പ, റീത്താമ്മ കണ്ടാലേ ശരിയാവില്ല. പതിയെ പതിയെ ഞങ്ങൾ റീത്താമ്മയോട് കാര്യങ്ങളെല്ലാം പറയാം. വീണ്ടും അലിയന് പറയുന്നുണ്ട്, എന്താടാ നിനക്ക് മനസ്സിലാവാത്തേ? ഞാൻ എന്താ ഇത്രയും നേരം പറഞ്ഞത്? പപ്പയുടെ ആഗ്രഹമല്ലേ. എൽസാമ്മയെ വിളിച്ച് മോൻ കാര്യങ്ങൾ പറയ്, പപ്പയോടൊപ്പം ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. അങ്ങനെ ടോജോ ഫോൺ എടുത്ത് എൽസാമ്മയെ വിളിക്കുമ്പോൾ എടുക്കുന്നത് റീത്താമ്മയാണ്. റീത്താമ്മ ദേഷ്യത്തോടു കൂടിയാണ് ടോജോയോട് സംസാരിക്കുന്നത്. എവിടെയാടാ പോയത്? ഇത്രയും നാളുമില്ലാത്തൊരു പള്ളിയൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു? ആരോടൊപ്പമാണ് പോയത്? എവിടെയാണുള്ളത്? പെട്ടെന്ന് വീട്ടിലേക്ക് വാ. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ പേടിച്ച് നിൽക്കുന്ന ടോജോയെ കാണുമ്പോൾ സ്റ്റാൻലി ജോസഫിനും അലീനയ്ക്കും മനസ്സിലാവുന്നുണ്ട് മറുഭാഗത്ത് സംസാരിക്കുന്നത് എൽസാമ്മയല്ല റീത്താമ്മയാണെന്ന്. സ്റ്റാൻലി പറയുന്നുണ്ട്, പെട്ടെന്ന് ഫോൺ സ്പീക്കറിലേക്ക് ഇട്ടേ, അവൾ എന്താ പറയുന്നതെന്ന് അറിയട്ടെ എന്ന്. ടോജോ ഫോൺ സ്പീക്കറിലേക്ക് ഇടുമ്പോൾ അലറി വിളിച്ച് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്ന റീത്താമ്മയെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ടോജോ ഉത്തരവൊന്നും പറയാതെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തിനാ നീ ഫോൺ വെച്ചത്? അവരിത്രത്തോളം ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിന് എന്താ കാരണം? നീ നിൻ്റെ അമ്മയോട് പറഞ്ഞിട്ടല്ലേ വന്നത്? പിന്നെ എന്താ കാര്യം? അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എന്താ? ടോജോ, പറയേണ്ട കാര്യങ്ങൾ നീ പറയേണ്ടതുപോലെ പറയ്. നീ പറയണം, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഞാൻ പപ്പയോടൊപ്പമാണ്, ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നിന്ന് സംസാരിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ എന്ന്. അവരെന്ത് തന്നെ പറഞ്ഞിരുന്നാലും നീ തിരിച്ചു പറയണം, ഞാൻ എൻ്റെ പപ്പയോടൊപ്പമാണ് ഉള്ളതെന്ന്. അലീന പറയുന്നത് കേൾക്കുമ്പോൾ ധൈര്യത്തോടു കൂടി ടോജോ തിരിച്ചു വിളിക്കുന്നുണ്ട്. റീത്താമ്മ തന്നെയാണ് ഫോൺ എടുക്കുന്നത്. എന്താടാ ഒന്നും പറയാതെ അങ്ങ് ഫോൺ വെച്ചത്? ആരാ നിന്നോടൊപ്പം ഉള്ളത്? അപ്പോൾ ധൈര്യത്തോടു കൂടി ടോജോ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ പപ്പയുടെ കൂടെ ഉള്ളത്. എന്താ നിങ്ങൾക്ക്? എന്നെ പപ്പ പുറത്തു കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, ടാനിയയും ടെൽസയും എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിയേ വീട്ടിലെത്തുകയുള്ളൂ എന്ന്. നിന്നോട് ആരാടാ പറഞ്ഞത് അയാളുടെ ഒപ്പം പോവാൻ? അപ്പോൾ ടോജോ പറയുന്നുണ്ട്, എന്നോട് ആരാ പറയേണ്ടത്? ഞാൻ എൻ്റെ പപ്പയുടെ ഒപ്പമാണ് പോയത്, അല്ലാതെ മറ്റാരുടെയും കൂടെയല്ല. നിങ്ങൾ ആരാ അത് ചോദിക്കാൻ? ടോജോയുടെ സ്വരം മാറുമ്പോൾ റീത്താമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. റീത്താമ്മ പറയുകയാണ്, നിന്നെ ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഉണ്ടല്ലോടാ, നീ തിരിച്ച് വീട്ടിലേക്കല്ലേ വരുന്നത്, ഇവിടെയല്ലേ നീ താമസിക്കേണ്ടത്? അപ്പോൾ ടോജോ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇനി എൻ്റെ പപ്പയോടൊപ്പം താമസിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ടാനിയയ്ക്കും ടെൽസയ്ക്കും താല്പര്യമുണ്ടെങ്കിൽ അവരും താമസിക്കും അവിടെ വന്ന്. അവരെ ആരെയും എതിർക്കാൻ ശ്രമിക്കേണ്ട. ഇത്രയും നാളും നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കള്ള നാടകം അവിടെ വേണ്ട. നിങ്ങളുടെ മുഖംമൂടി ഇനി അഴിഞ്ഞു വീഴും. അമ്മയെ ഇത്രയും നാളും പറ്റിച്ചതുപോലെ ഇനി ഞങ്ങളെയും പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടുകയാണ്. വലിയ ദേഷ്യത്തോടു കൂടി അറിഞ്ഞ് തുള്ളിയാണ് റീത്താമ്മ എൽസാമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. നീ എന്താ പറഞ്ഞത്? അവരെവിടെ പോയെന്നാ പറഞ്ഞത്? പള്ളിയിൽ പോയെന്നോ? പേരും കള്ളി. അവർ പോയത് എവിടേക്കാണെന്ന് നിനക്കറിയാമോ? ആ സ്റ്റാൻലിയുടെ അടുത്തേക്ക്. ആ സ്റ്റാൻലിയെ കാണാനാ അവർ പോയത്. എന്നിട്ടിപ്പോൾ നിന്റെ മകൻ ടോജോ എന്നെ വെല്ലുവിളിക്കുന്നു. ഇത്രയും നാളും നിന്നെയൊക്കെ നോക്കി വളർത്തിയതിൻ്റെ കൂലി അവൻ തന്നതാ. ഇനി ഈ വീട്ടിൽ നീ നിൽക്കേണ്ട, ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് തലയ്ക്ക് കുത്തിപ്പിടിച്ച് എൽസാമ്മയെ വെളിയിലേക്ക് തള്ളുകയാണ് റീത്താമ്മ. അപ്പോൾ എൽസാമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്താ ചേച്ചി, ഞാനൊന്നും അറിഞ്ഞില്ല. ചേച്ചി എന്തിനാ എന്നോടിങ്ങനെ ഈ ക്രൂരത കാണിക്കുന്നത്? അപ്പോൾ റീത്താമ്മ പറയുന്നുണ്ട്, ക്രൂരത? നീയൊക്കെ കൂടെ ചേർന്ന് എന്നെ വെല്ലുവിളിക്കാറായോ? അയ്യോ ചേച്ചി, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പള്ളിയിലേക്കെന്ന് പറഞ്ഞാൽ പോയത്, പിന്നെ ആരെ കാണാൻ പോയെന്ന് എനിക്കറിയില്ല ചേച്ചി. പപ്പയെ കാണാൻ പോകുന്ന കാര്യം അവരെന്നോട് പറഞ്ഞില്ല. അങ്ങനെ അവിടെ വെച്ച് റീത്താമ്മയും എൽസാമ്മയുമായിട്ട് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പിരിയുന്നുണ്ട്. ഇനി അത് വലിയൊരു പിണക്കമായി എൽസാമ്മ സ്റ്റാൻലിയോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് സന്തോഷമായിട്ട് പോകുന്ന എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴ തോരും മുമ്പെയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.